الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം മാഇദയിലെ 32-ാമത്തെ വചനമാണ് ഞാൻ ഓതിവെച്ചത്. അതിന്റെ അർത്ഥം മിൻ അജ്ലി ദാലിക, അക്കാരണത്താൽ, കതബിന അലാ ബനി ഇസ്രായീല, ഇസ്രായേൽ സന്തതികളുടെ മേൽ നാം രേഖപ്പെടുത്തി, അല്ലെങ്കിൽ അവരോട് നാം കൽപ്പിച്ചു, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, ആരെങ്കിലും ഒരു ആത്മാവിനെ വധിച്ചാൽ, ഒരു വ്യക്തിയെ വധിച്ചാൽ, ബിഗൈരി നഫ്സൻ ബിഗൈരി നഫ്സിൻ, മറ്റൊരു നഫ്സിന് പകരമായിട്ട് അല്ലാതെ, ഔ ഫസാദിൻ ഫിൽ അർളി, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി എന്നതിന്റെ പേരിൽ അല്ലാതെ അകാരണമായി ഒരാളെ കൊന്നാൽ, ഫക അന്നമാ ഖതലന്നാസ ജമീഅ, അവൻ മുഴുവൻ ആളുകളെയും കൊന്നതിന് തുല്യമാണ്. വമൻ അഹ്യാഹ, മറിച്ച് ഒരാളുടെ ജീവൻ രക്ഷിച്ചാലോ, ഫക അന്നമാ അഹ്യന്നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതിന് തുല്യമാണ്. വലഖദ് ജാഅത്തുഹും റുസുലുനാ ബിൽ ബയ്യിനാത്ത്, നമ്മുടെ പ്രവാചകന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ വന്നിരുന്നു. സുമ്മ ഇന്ന കസീറം മിൻഹും ബഅദ ദാലിക, അതിനുശേഷം പിന്നീട് അവർ ഫിൽ അർദി ലമുസ്രിഫൂൻ, അവരിൽ ബഹുഭൂരിഭാഗവും ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുന്നവരായി കൊണ്ടിരുന്നു. ഇതാണ് ഈ വചനത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം.
ഇവിടെ തുടക്കം മിൻ അജിലി ദാലിക എന്ന് പറഞ്ഞിട്ടാണ്, അക്കാരണത്താൽ എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം. അപ്പൊ എന്തോ ഒരു കാരണമുണ്ടല്ലോ. ആ കാരണം അതിന്റെ തൊട്ടു മുമ്പുള്ള വചനങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അത് ആ കഥയും ചരിത്രമൊക്കെ നമുക്കറിയാം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും ആദ്യത്തെ കൊലപാതകം നമ്മളുടെ ഒക്കെ ജ്യേഷ്ഠ സഹോദരന്മാരായ ഖാബീലും ഹാബീലും തമ്മിൽ ഏറ്റുമുട്ടി ഖാബീല് ഹാബീലിനെ കൊന്നതാണ് മനുഷ്യ സമൂഹത്തിലെ ആദ്യത്തെ കൊലപാതകം. അതാണ് ഇതിന്റെ തൊട്ടു മുമ്പുള്ള വചനങ്ങളിൽ 27 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ വിശദീകരിക്കുന്നത് ഈ ചരിത്ര സംഭവമാണ്. അള്ളാഹു ഉദ്ധരിക്കുകയാണ് ആ സംഭവം. അതിനുശേഷമാണ് ഈ പൊതു തത്വം അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇനി അവർ തമ്മിലുള്ള ആ കൊലപാതകത്തിന് അല്ലെങ്കിൽ ഒരാള് മറ്റൊരാളിനെ കൊല്ലാനുണ്ടായ കാരണം എന്താണ്? ആ കാരണം പരിശോധിച്ച് നോക്കിയാൽ അത് അസൂയയും പകയും വിദ്വേഷവും വെറുപ്പുമായിരുന്നു എന്ന് കാണാൻ കഴിയും. ഇന്നും കൊലപാതകങ്ങളുടെ പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിച്ച് ചെന്നാൽ ഏറ്റവും അവസാനം എത്തുക ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയാണ്. അസൂയ, പക, വിദ്വേഷം, വെറുപ്പ്. അതിന് വലിയ മാറ്റമൊന്നും ഈ ആധുനിക യുഗത്തിലും ഉണ്ടായിട്ടില്ല എന്ന് സാരം. അതാണല്ലോ മനുഷ്യന്റെ അന്നുള്ള മനുഷ്യനായിരുന്നാലും ഇന്നുള്ള മനുഷ്യനായിരുന്നാലും അതിന്റെ സ്വഭാവം. അപ്പൊ ഈ സംഭവം വിശദീകരിച്ചതിന് ശേഷമാണ് മിൻ അജിലി ദാലിക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനം ആരംഭിക്കുന്നത്. അക്കാരണത്താൽ എന്ന്, ഇതാണ് കാരണം. എന്നിട്ടൊരു പൊതു തത്വം അള്ളാഹു പഠിപ്പിക്കുകയാണ്. എന്താണ്? അകാരണമായി ഒരു നിരപരാധിയെ കൊന്നാൽ അവൻ എല്ലാ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. ജീവൻ രക്ഷിച്ചാലോ മുഴുവൻ മനുഷ്യന്റെയും ജീവൻ രക്ഷിച്ചതുപോലെയാണ്. ഇത്ര മഹത്തായ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവന്റെ വില ഇത്ര വലുതാണ് എന്ന് പഠിപ്പിച്ച മഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് ആദ്യമായി നാം മനസ്സിലാക്കേണ്ട കാര്യം. ഇതിന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കൊലക്ക് പകരം കൊലയോ, ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിച്ചതിന്റെ പേരിൽ ഉള്ള ശിക്ഷ എന്നുള്ള നിലയിലുള്ള കൊലപാതകമോ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? സിവിലിയന്മാർക്ക്, സാധാരണ പൗരന്മാർക്ക് ആ നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ഇല്ല. ഒരാളെ കൊന്നാൽ അതിന് പകരമായി മറ്റൊരാളെ കൊല്ലാൻ ഇറങ്ങിയാൽ എത്ര പേര് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതല്ല പറയുന്നത്. അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി എന്നതിന്റെ പേരിൽ ആയുധം ഏന്തി എല്ലാവരും കൂടെ ഇറങ്ങി തിരിച്ച് ഓരോരുത്തരെ കൊല്ലാൻ തുടങ്ങിയാലോ അതും അപകടം തന്നെയാണ്. അത് ഇവിടെ ഭരിക്കുന്നവരുടെ നിയമ പീഠത്തിന്റെ ഒക്കെ ഉത്തരവാദിത്വമാണ് അവരെ വിചാരണ ചെയ്യലും ശിക്ഷ വിധിക്കലും ഒക്കെ. അപ്പോൾ ആ കൊലയ്ക്ക് പകരമായി ഒരാളെ കൊല്ലാം എന്നുള്ള രൂപത്തിലാണ് ഖുർആൻ ആ പറഞ്ഞത്. അതാണല്ലോ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ സാധാരണയായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംഭവം. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളത് വളരെ അപൂർവമാണ് എന്ന് നമുക്കും അറിയാം. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഇവിടെ അള്ളാഹു മനുഷ്യന്റെ ജീവന്റെ വിലയാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഒരാളിന്റെ ജീവന് മുഴുവൻ മനുഷ്യരുടെയും ജീവന്റെ വില എന്ന് പറയുമ്പോൾ അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വംശമോ ദേശമോ ഭാഷയോ ഒന്നും അവിടെ കണക്കാക്കുന്നില്ല. മനുഷ്യൻ എന്നുള്ള പ്രയോഗമാണ് അള്ളാഹു അവിടെ നടത്തിയിട്ടുള്ളത്. അത് നാം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ആ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ തന്നെയുമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വേർതിരിവും ഇല്ലാത്ത നിലയിലാണ്, എല്ലാ വേർതിരിവുകൾക്കും അതീതമായിട്ടാണ് മനുഷ്യനെ ആദരിച്ചിട്ടുള്ളത്. ആ ആദരവിന്റെ കാര്യം പറയുന്നിടത്തും വിഭാഗീയതയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലെ 70-ാമത്തെ വചനം, വലഖദ് കറംനാ ബനി ആദം. ആ പ്രയോഗം ശ്രദ്ധിക്കുക. ബനി ആദം, ആദമിന്റെ സന്തതിയെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അവരെ കരയിലും കടലിലും വാഹനത്തിൽ നാം കയറ്റി സഞ്ചരിപ്പിക്കുന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, അവർക്ക് ഏറ്റവും നല്ല വിശിഷ്ടമായത് ആഹാരമായി ഉപജീവനമായി നാം നൽകുന്നു. വഫല്ലൽനാഹും, അവരെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അലാ കസീരി മിമ്മൻ ഖലഖ്നാ തഫ്ളീല, നാം സൃഷ്ടിച്ചിട്ടുള്ളവയിൽ മിക്കവയേക്കാളും
നാം സവിശേഷമായ ശ്രേഷ്ഠത അവർക്ക് നാം നൽകി. ഇവിടെ എല്ലാം പ്രയോഗിച്ച വാക്ക് ബനു ആദം, മനുഷ്യർക്ക് എന്നുള്ള നിലയിലാണ്. അപ്പൊ അവിടെ പോലും ആദരവ് നൽകിയതിൽ പോലും വിശ്വാസി എന്നോ അവിശ്വാസി എന്നോ ഉള്ള വ്യത്യാസം ഇല്ല എന്ന് ആ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇനി നോക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്ത് എന്ത് നൽകുന്നതും, വായുവായിരുന്നാലും വെള്ളമായിരുന്നാലും ഭക്ഷണമായിരുന്നാലും എന്ത് സൗകര്യമായിരുന്നാലും ആ സൗകര്യം നൽകുന്നതിലും വിശ്വാസി അവിശ്വാസി എന്നുള്ള വ്യത്യാസം ഇല്ല. എല്ലാവർക്കും ഒരുപോലെയാണ് നൽകുന്നത്. ഏറ്റപ്പറ്റുണ്ടാകുമെന്ന് മാത്രം. അത് വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പേരിൽ വേർതിരിവില്ല. ആ കാരുണ്യം, കാരണം അള്ളാഹു റഹ്മാനാണ്. ആ റഹ്മാന്റെ റഹ്മത്ത് ഇങ്ങനെ എല്ലാവരിലേക്കും നിർഗളിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളോട് പ്രവാചകൻ പഠിപ്പിച്ചത് ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമായി. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. ഒരു വേർതിരിവും പ്രവാചകന്റെ ആ വചനത്തിലുമില്ല. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. എത്ര കൃത്യമാണെന്ന് ആലോചിച്ച് നോക്കുന്ന ആ പ്രയോഗമൊക്കെ. ഇവിടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന സൂറത്തുൽ ബഖറയിലെ 126 വചനമായി നമുക്ക് കാണാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഒരുപാടുണ്ട്. ഇനി ഇബ്രാഹിം നബിയും ചരിത്രവും ഒക്കെയാണ് ഇനി അങ്ങോട്ട് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ, ഓർമ്മിക്കപ്പെടാൻ പോകുന്ന വിഷയങ്ങൾ അതൊക്കെയാണ്. ആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതാണ് അള്ളാഹുവിനോട്. അതിന്റെ സാരം ഇതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഇതിനെ ഒരു നിർഭയ രാജ്യമാക്കണമേ. മക്കയെ കുറിച്ചാണ് പറഞ്ഞത്. ഈ മക്കയെ ഒരു നിർഭയ രാജ്യമാക്കണമേ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. അപ്പൊ നോക്ക്, ഹറമില് മക്കയിലും എത്തിച്ചേരുന്നവനെ കുറിച്ച് വമൻ ദഖലഹു കാന ആമിന എന്ന് ഖുർആൻ പറഞ്ഞു. ആ ഹറമിൽ ആര് പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനാണ്, ഒന്നിനെയും അവന് ഭയപ്പെടേണ്ടതില്ല. അത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥനയിൽ ഈ നാടിനെ നീ ഒരു നിർഭയ രാജ്യമാക്കണമേ, ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിരിക്കാം അത് എന്ന് നാം തിരിച്ചറിയുക കൂടി ചെയ്യുക. ഒപ്പം പറഞ്ഞു വർസുഖ് അഹ്ലഹു, ഈ നാട്ടുകാർക്ക് നീ ആഹാരമായി നൽകണം. മിനസ് സമറാത്തി, കായികനികൾ ഈ നാട്ടുകാർക്ക് നൽകണം എന്ന് പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി പറഞ്ഞു മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അതായത് അവരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് നീ കായികനികൾ നൽകണം, ആഹാരം നൽകണം എന്ന് പറഞ്ഞപ്പോൾ അത് അള്ളാഹു അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അള്ളാഹു അത് തിരുത്തിയിട്ട് എന്തേ പറഞ്ഞത്? ഖാല, അള്ളാഹു പറഞ്ഞു വമൻ കഫറ, അവിശ്വസിച്ചവർക്കും കായികനികൾ ആഹാരമായി നൽകും. ഇതാണ് അള്ളാഹു പഠിപ്പിച്ചു തന്ന ദീൻ. ആ ദീനാണ് നാം ഉൾക്കൊള്ളേണ്ടത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫൗമത്തിഉഹു ഖലീലൻ, സ്വാഭാവികമായിട്ടും അള്ളാഹു നൽകിയതിൽ അവിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഈ ലോകത്ത് നന്നായി സുഖിച്ച് കുറെ കാലം അവർ ജീവിക്കും. സുമ്മ അദ്തറുഹു ഇലാ അദാബിന്നാർ, പിന്നെ നിർബന്ധിതമായിട്ട് അവരെ ഞാൻ നരകശിക്ഷയിലേക്ക് കൊണ്ടുപോയി കൂട്ടും, അവരുടെ അവിശ്വാസത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ. അതങ്ങനെ തന്നെയാണല്ലോ, അത് ഇതിനൊന്നും തകരാറ് വരുന്ന സംഗതിയല്ല. അപ്പം ഈ ഒരു വലിയ തത്വം ഇങ്ങനെ പല വചനങ്ങളിലൂടെ ഇനി നമ്മൾ നോക്കുക. വിശുദ്ധ ഖുർആൻ അന്യായമായ മനുഷ്യവധത്തിനെതിരെ താക്കീത് നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പല വചനങ്ങളിലും 2-3 വചനങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. ഒന്ന് സൂറത്തു അൻആമിലെ 151 വചനം, 2 സൂറത്തു ഇസ്രായിലെ 33 വചനം, 3 സൂറത്തുൽ ഫുർഖാനിലെ 68 വചനം. ഇവിടെയെല്ലാം അള്ളാഹു പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിനാണ് പ്രസക്തിയും പ്രാധാന്യവും. എന്താണത്? അന്നഫ്സല്ലത്തി ഹറമല്ലാഹ്, അള്ളാഹു പവിത്രമാക്കിയ ശരീരത്തെ, വ്യക്തിയെ, മനുഷ്യനെ, ആത്മാവിനെ നിങ്ങൾ കൊല്ലരുത്. ഈ 3 സ്ഥലത്തും ആ പ്രയോഗം. സൂറത്തു അൻആമിൽ വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി അള്ളാഹു പവിത്രമാക്കിയ നഫ്സിന് പല അർത്ഥങ്ങളുണ്ട്. വ്യക്തി എന്ന അർത്ഥമുണ്ട്, ആത്മാവെന്ന അർത്ഥമുണ്ട്, ശരീരം എന്ന അർത്ഥമുണ്ട്, പല അർത്ഥമുണ്ട്. അപ്പൊ ഏതർത്ഥം വെച്ച് നോക്കിയാലും അതിനെ അള്ളാഹു പവിത്രമാക്കിയതാണ്, അതിനെ നിങ്ങൾ കൊല്ലരുത്.
ഇത് തന്നെയാണ്, ഇതേ വാചകം തന്നെയാണ് സൂറത്ത് ഇസ്രായിലെ 33-ാമത്തെ വചനം. എടുത്തു നോക്കിക്കോ പരിശുദ്ധ ഖുർആൻ. പിന്നെ സൂറത്തുൽ ഫുർഖാനില് അല്ലാഹു സുബ്ഹാനഹു വ തആല പരമകാരുണികനായ അള്ളാഹുവിന്റെ ദാസന്മാരുടെ സവിശേഷ ഗുണങ്ങൾ എണ്ണി എണ്ണി പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു പ്രയോഗമാണ്. ആ പ്രയോഗത്തിലാണ് എന്ത് പറഞ്ഞത്? വലാ യഖ്തുലൂൻ, അവർ കൊല്ലുകയില്ല. ആരെ? അന്നഫ്സല്ലതീ ഹറമല്ലാഹ് ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി അള്ളാഹു പവിത്രമാക്കിയ ആത്മാവിനെ, വ്യക്തിയെ, മനുഷ്യനെ, ശരീരത്തെ അവർ വധിക്കുകയില്ല. അള്ളാഹുവിന്റെ ദാസന്മാരുടെ സ്വഭാവ ഗുണമായിട്ട് എടുത്തു പറഞ്ഞു. അത് തന്നെയാണ്. ഇനി 7 മഹാപാപങ്ങൾ എണ്ണിപ്പറയുന്നുണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 3-ാമതായിട്ട് പറഞ്ഞത് ഖത്ലുൻ നഫ്സ്. അവിടെയും പറഞ്ഞു അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി ആത്മാവിനെ വധിക്കുക, ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു. അവിടെ തന്നെയാണ്, ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും താങ്ങാനാവാത്ത കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പോയി സൂയിസൈഡ് ചെയ്യുക, ആത്മഹത്യ ചെയ്യുക. അതും ഈ പറയുന്ന ഖത്ലുൻ നഫ്സിൽ തന്നെയാണ് പെടുത്തിയിട്ടുള്ളത്. അതിന് അവകാശമില്ല. ജീവിതത്തിൽ പലതും അഭിമുഖീകരിക്കേണ്ടി വരും. അതിനെ അഭിമുഖീകരിക്കാനുള്ള തന്റെ ഇടമാർജിക്കലാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്, അല്ലാതെ പോയി ചാകലല്ല. ചാകുന്നതോടുകൂടി എല്ലാം നേടുവോ? ഒന്നും നേടൂല, എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അതൊക്കെ വേറൊരു വിഷയം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ അപ്പൊ ആ പ്രയോഗങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ ഒക്കെ എടുത്തു പറഞ്ഞത് അള്ളാഹു പവിത്രമാക്കിയ ശരീരം എന്നാണ്. അവിടെ ആരുടേന്നില്ല, എല്ലാവരുടെ ശരീരത്തെ കുറിച്ചും ആ പ്രയോഗം. അതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചരിത്രപ്രസിദ്ധമായ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ മനുഷ്യന്റെ രക്തത്തിനും മനുഷ്യന്റെ അഭിമാനത്തിനും മനുഷ്യന്റെ സമ്പത്തിനുമുള്ള പദവി, പവിത്രത എത്രയാണ് എന്ന് ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഹജ്ജിന്റെ സീസൺ ആണല്ലോ വരുന്നത്. അത് ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുന്ന സന്ദർഭമാണ്. എന്താ പ്രവാചകൻ പറഞ്ഞത്? ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. അതായത് പരിശുദ്ധ മക്കയെ എങ്ങനെ ആദരിക്കുന്നുവോ, ദുൽഹജ്ജ് 10 എങ്ങനെ ആദരിക്കുന്നുവോ, ദുൽഹജ്ജ് മാസം എത്ര പവിത്രമാണോ, ഈ 3 കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ ധനവും പവിത്രമാണ്. ഇതുപോലെ പവിത്രമാണ്. ദുൽഹജ്ജ് മാസത്തെ പോലെ പവിത്രമാണ്. ദുൽഹജ്ജ് 10 പോലെ പവിത്രമാണ്. ആ നാടിനെ പോലെ മക്കയെ പോലെ പവിത്രമാണ് എന്ന് പഠിപ്പിച്ചു, എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ ഒക്കെ തന്നെ കാണുന്നത് മനുഷ്യനെയാണ്. അത് കാണാതിരുന്നിട്ട് ജാതിയോ മതമോ മറ്റ് വേർതിരിവുകൾ കാണിച്ചോ വരുമ്പോഴാണ് ആകെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. മനുഷ്യനെ കാണാൻ ശ്രമിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അറുതി ഉണ്ടാവും. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. നിങ്ങൾ നോക്കുക, മരിച്ചത് ആരാണ്, ഏത് ജാതിക്കാരനാണ് എന്നുള്ളതല്ല, ഒരു മയ്യത്തിനെയാണ് ആദരിക്കുക. സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവാചകനും അനുയായികളും കൂടി ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അത് കണ്ടപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റു. ഒപ്പം ഉണ്ടായിരുന്ന അനുചരന്മാര് പറഞ്ഞു അതൊരു ജൂതന്റെ മയ്യത്താണ്. അത്രമാത്രം ജൂതന്മാരുടെ ശല്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ജൂതന്റെ മയ്യത്താണ്, എന്തിനാ എഴുന്നേൽക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് റസൂലിനോടുള്ള ചോദ്യം. റസൂൽ മറുചോദ്യം ചോദിച്ചു, അതൊരു മനുഷ്യനല്ലേ എന്നാ, അതൊരു മനുഷ്യനല്ലേ എന്നാ, നമ്മളെപ്പോലൊരു മനുഷ്യന്റെ മയ്യത്തല്ലേ പോകുന്നത് എന്നാ. ഇത്ര ശത്രുത കാണിച്ച ആൾക്കാരോടുള്ള റസൂലിന്റെ പെരുമാറ്റ രീതികളാണ് നമ്മൾ കാണുന്നത്. ഇനി അതുപോലെ തന്നെ യുദ്ധത്തിൽ പോലും നിരപരാധികൾ കൊല്ലപ്പെടരുത്, സ്ത്രീകൾ വധിക്കപ്പെടരുത്, കുട്ടികൾ വധിക്കപ്പെടരുത്. ഇസ്ലാമിന്റെ നിയമം അതാണ്. ഇന്ന് ലോകമെമ്പാടും നാം എടുത്തു നോക്കുക, നടക്കുന്നത് നിരപരാധികളുടെ കൊലയാണ്. ഗസയിൽ എടുത്തു നോക്കിയാൽ കൊല്ലപ്പെടുന്നത് സ്ത്രീകളാണ് കൂടുതൽ, കൊല്ലപ്പെടുന്നത് കുട്ടികളാണ്, മക്കളാണ്. അതവരുടെ ഒരു വംശഹത്യയുടെ ഒരു പ്ലാനിങ് ആണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരിൽ നിന്ന് പിൻതലമുറ ഉണ്ടാവില്ലല്ലോ. സ്ത്രീകളെ കൊന്നു, ആര് പ്രസവിക്കാനാ? ജനിച്ച കുട്ടികളെ കൊന്നു, അവർ വളർന്നു വരുന്നില്ലല്ലോ. അതോടുകൂടി ഇത് തീരുമെന്നാണുള്ള മിഥ്യാധാരണ വെച്ച് പുലർത്തിക്കൊണ്ട് അത്തരം ആൾക്കാർ ചെയ്യുന്നത്.
ഞാൻ സൂചിപ്പിച്ചത് പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശം യുദ്ധത്തിൽ പോലും നിരപരാധികൾ കൊല്ലപ്പെടരുത്. ആരാണോ പരസ്പരം ഏറ്റുമുട്ടുന്നത്, നേർക്ക് നേരെ വരുന്നത്, അവരെ വധിക്കാൻ പാടുള്ളൂ എന്നാ. അതൊക്കെ പോയി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാമിന്റെ നിയമം അതാണ്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മനുഷ്യനെ മാനിക്കുന്ന, മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന, മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുന്ന, സമാധാനത്തിന്റെ, ശാന്തിയുടെ, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സഹിഷ്ണുതയുടെ മതമാണ്. ഇതിലൊരു സംശയം ആർക്കും വേണ്ട. ഈ മുസ്ലിം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമുക്കെങ്കിലും വേണമല്ലോ അങ്ങനെ ഒരു ഉൾക്കാഴ്ച ആദ്യം. എന്നിട്ടല്ലേ അത് ബാക്കിയുള്ളവരോട് പറയാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മൾ തന്നെ ഒരു തളർന്നാണ് ഇസ്ലാമിനെ കുറിച്ച്. ഇങ്ങനെയാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാകാം, അങ്ങനെയാകാം, ഇതൊക്കെയാണ് നമ്മളുടെ ധാരണ തന്നെ. അങ്ങനില്ല. ഇസ്ലാം എന്ത് പറഞ്ഞു അതാണ് ശരി, അതേ ശരിയായിട്ടുള്ളൂ, അതേ ശരിയാവുകയുമുള്ളൂ. അവിടെയാണ് നാം തിരിച്ചറിയേണ്ട കാര്യം. ഇപ്പൊ നമ്മൾ നോക്കുക, അപ്പൊ ഇങ്ങനെയുള്ളൊരു മതത്തെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മതമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ എത്രയോ കാലങ്ങളായി ഇവിടെ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ശക്തി പകരുന്ന നിലയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പിന്നെയും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ ഏറ്റവും അടുത്ത് ഒരു വലിയ വിവാദത്തിന്റെയും ചർച്ചയുടെയും പിന്നിലാണ് നമ്മളുണ്ട്. അത് വീണ്ടും കാശ്മീറുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ഇസ്ലാമോഫോബിയ വളർത്താൻ ശ്രമിക്കുന്നു, ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഇങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. വായിക്കുന്നവരും അറിയുന്നവരും കേൾക്കുന്നവരും കാണുന്നവരുമാണ് നമ്മളൊക്കെ. അവിടെ ഇസ്ലാമും മുസ്ലിമീങ്ങളും ചർച്ചയിൽ വരികയാണ്, കൊണ്ടുവരികയാണ്. അഥവാ തീവ്രവാദമാണ് ഇസ്ലാം, മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ 2025 ഏപ്രിൽ 22 കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ കുറെ മനുഷ്യരെ നിഷ്കരുണം കൊന്നൊടുക്കി. നമ്മളൊക്കെ കാശ്മീരിൽ പോകുമ്പോൾ പോയി കാണുന്ന മനോഹരമായ സ്ഥലമാണത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമത്. അവിടെ രക്തപ്പുഴയാണ് ഒഴുകിയത്. മനുഷ്യന്മാർ വധിച്ചിടപ്പെടുക. ഏതാണ്ട് 26ഓളം പേർ കണക്കനുസരിച്ച്. അതിൽ കൂടുതലുണ്ടോ ഇല്ലെന്ന് അല്ലാഹു അലം. അപ്പൊ പുറത്ത് വന്നിരിക്കുന്ന കണക്ക് 26 പേരാണ്. അതിലൊരു മലയാളിയും പെട്ടു, നമ്മുടെ എടപ്പള്ളി സ്വദേശി അതിൽ പെട്ടു. അദ്ദേഹവും കുടുംബവും അവിടെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും അതൊരിക്കലും ന്യായീകരിക്കാൻ ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് കഴിയൂല. അതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും ന്യായീകരിക്കാനും നിൽക്കുന്നില്ല. തോന്നിയാസത്തിന്റെ അങ്ങേയറ്റമാണ്. മനുഷ്യനെ നിരപരാധികളായ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു നാട് കാണാനും ആസ്വദിക്കുവാനും എത്തിയ മനുഷ്യരെ കൊന്നുകളയുക. അത് ആർക്കാ ന്യായീകരിക്കാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. പക്ഷെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, ആശങ്കകളും ചോദ്യങ്ങളും ഊഹങ്ങളും ഒക്കെ ചിലപ്പോൾ പുറത്തു വന്നേക്കാം. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആരും എരുതിയിൽ എണ്ണ ഒഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം. ഒരുപാട് കുടുംബങ്ങളുടെ അത്താണികളാണ് ആ പോയത്. പിതാക്കൾ നഷ്ടപ്പെട്ടവർ, മക്കൾ നഷ്ടപ്പെട്ടവർ, ഒരുമിച്ച് പോയിട്ട് ഒറ്റപ്പെട്ട് ഓരോരുത്തരും തിരിച്ചു വരുന്ന വീടുകളിലേക്ക് എത്തുന്ന അവസ്ഥാവിശേഷം. അതൊക്കെ വളരെ സങ്കടമാണ്, ദുഃഖകരമായ കാര്യമാണ്. ആ കുടുംബങ്ങളുടെ ഒക്കെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരേണ്ടതുണ്ട്. മനുഷ്യർക്ക് സംഭവിച്ച ആപത്താണ്. അതായത് ഗണത്തിൽപ്പെടുന്നവരാകട്ടെ ആ ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുകയും അവരോടുള്ള മാനസികമായ ഐക്യദാർഢ്യം നാം ഉൾക്കൊള്ളുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ. കാരണം മരിച്ചു വീഴുന്ന മനുഷ്യന്റെ ജീവന്റെ വിലയാണ് നമ്മൾ ഈ കേട്ടത് മുഴുവൻ. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഇഷ്യൂകൾ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും വരും, ഒരു മുസ്ലിം പേരിലുള്ള ഏതെങ്കിലും ഒരു സംഘം ഞങ്ങളാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട്. അത് തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. ലഷ്കർ എ തയ്യബ എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ തണലായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന TRF, ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നാണ് അത്ര അതിന്റെ പേര്. 6 വർഷം കണ്ടേ ആയിട്ടുള്ളത് രൂപീകരിച്ചിട്ട്. അതിന്റെ പേരിൽ അത് ഏറ്റെടുത്തു കഴിഞ്ഞു. അതിന്റെ ചർച്ചകളാണ് നടക്കുന്നത് ഇപ്പം. അതിൽ വന്നവരാരൊക്കെയാണ്, മുമ്പ് അവരെങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ വേറെയും നടക്കുന്നുണ്ട്. ഞാൻ ഒരു ചർച്ചയിലേക്കും കടന്നു പോകുന്നില്ല. റിപ്പോർട്ടുകൾ ഈ രൂപത്തിലാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അതും വന്നതെങ്ങനെയാ? സൈനിക വേഷത്തിലാണ്. ഇവിടൊക്കെയാണ് നമ്മൾക്ക് സംശയത്തിന്റെ ഒരുപാട് രൂപങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ടു വരും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സൈനിക വേഷത്തിൽ ഏത് സ്ഥലമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. മുട്ടിന്
പിന്നെ പിന്നെ ആയുധധാരികളായ പട്ടാളക്കാര് മുട്ടിന് നിൽക്കുകയും അതുപോലെ തന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ക്യാമ്പുകൾ മുട്ടിന് പിന്നെ സ്ഥാപിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു പ്രദേശത്തിലൂടെ അന്യഭാഗത്ത് നിന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ സൈനിക വേഷം ധരിച്ചു വരുമ്പോൾ അവരെ കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, അവർ വന്ന് കുറെ മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ട് പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കുമ്പോൾ കുറെ ചോദ്യങ്ങൾ വരും. കാരണം മുമ്പും ഇതുപോലുള്ള സംഗതികൾ ഉണ്ടായിട്ട് ആ സംഗതികളുടെ ഒക്കെ അവസാനം റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തേക്ക് വന്നപ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഇസ്ലാമിനെയും ഇസ്ലാമോഫോബിയെയും ഒരുപാട് പറഞ്ഞു പരത്തി ആ രൂപത്തിലാക്കിയതിന് ശേഷം യാഥാർത്ഥ്യം മുന്നിൽ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇതും എങ്ങനെ അല്ലാഹു അലം, മിമ്പറിൽ നിന്ന് ഊഹം പറയാൻ ഞാൻ തയ്യാറില്ല. പക്ഷെ സംശയങ്ങൾ ഒരുപാടുണ്ടാകുന്നു. ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഇന്റലിജൻസ് എവിടെ, അതിനെന്തേ പറ്റിയ പരാജയം, സുരക്ഷാ സംവിധാനത്തിൽ എന്ത് തകരാറ് സംഭവിച്ചു, ഇതൊക്കെ ഉത്തരവാദപ്പെട്ടവർ കണ്ടെത്തുകയും ആരായിരുന്നാലും ശരി അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അതിന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകും, ജാതി മത ഭേദമന്യേ. പക്ഷേ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതും കൂടി എനിക്ക് എങ്ങനെ ലാഭകരമാക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ സംഭവിക്കുന്നത് ഇതാ, തീവ്രവാദത്തെ മതവുമായി ബന്ധപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല, ഒരു കാര്യവുമില്ല. ഇപ്പൊ പൊതുവെ വരുന്നത് എന്താ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ഒരു ശൈലി, ആ ചൊല്ല് അന്വർത്ഥമാക്കുന്ന നിലയിലുള്ള കാഴ്ചപ്പാടുകളാണ് പൊതുവെ വരുന്നത്. അതാണ് മതസാമുദായിക ധ്രുവീകരണത്തിന് കിണഞ്ഞ് പരിശ്രമിക്കുന്ന സ്ഥിതിവിശേഷം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നമ്മൾ ഒരുപാട് ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കി. ഒന്നാകട്ടെ, ഈ വേഷം ധരിച്ചുകൊണ്ട് വന്ന് നിരപരാധികളെ കൊന്നൊടുക്കിയത് മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നു, അല്ലാഹു അലം. മുസ്ലിം നാമധാരികളാണെന്ന് പറയുന്നു, മുസ്ലിങ്ങൾ എന്ന് പറയാൻ ഞാൻ തയ്യാറില്ല, മുസ്ലിം നാമധാരികളാണെന്ന് പറയുന്നു. പക്ഷേ അവിടെ ഒരു മറുവശം നമ്മൾ കണ്ടു, കേട്ടു, വായിച്ചു, അറിഞ്ഞു. എന്താ, അങ്ങനെ ഒരു ഭാഗം അവിടെ ഉണ്ടായെങ്കിൽ മറ്റു മുസ്ലിമീങ്ങൾ, ആ നാട്ടുകാരായ മുസ്ലിമീങ്ങൾ ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും നമ്മൾ ഒപ്പം ചേർത്ത് വായിക്കണം. ഇത് മാത്രം വായിച്ചാൽ പോരാ, ചെയ്തില്ലേ? ഒരു മുസ്ലിം യുവാവ് കുതിരയെ ഓടിച്ച് കുതിരപ്പുറത്ത് ആൾക്കാരെ കയറ്റി കിട്ടുന്ന കാശ് വാങ്ങി കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആ ഒരു മുസ്ലിം യുവാവ് വെടിയേറ്റു മരിച്ചു. എന്തിന്? ഇവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ. ഇവർക്കെതിരെ തോക്ക് ചൂണ്ടുമ്പോൾ ആ തോക്ക് പിടിച്ചു വാങ്ങിയതിന്റെ പേരിൽ. അതും ഒരു മുസ്ലിമാണ്. പിന്നെ ഈ രക്ഷപ്പെട്ടു വന്ന പലരും, ഒരാളൊന്നുമല്ല, പലരുടെയും ഇന്റർവ്യൂവിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഞങ്ങളെ പിന്നെ രക്ഷിച്ചത് ആ നാട്ടുകാരായ മുസ്ലിം ചെറുപ്പക്കാരാണ് എന്നാണ് അവർ പറയുന്നത്. സ്വന്തം സഹോദരിയെ പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു എന്നാ പറയുന്നത്. അവിടെ എത്തിയിട്ട് എനിക്ക് 2 സഹോദരന്മാർ അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ രൂപത്തിലൊക്കെ പറയുമ്പോൾ ഈ 2 മുഖം നമ്മൾ കാണണം. നന്മയുടെ മുഖം, അവനാണ് മുസ്ലിം, അവരാണ് മുസ്ലിം. മറ്റേത് പേര് മാത്രമേ ഉള്ളൂ. അതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല, യോജിക്കുകയില്ല. തീവ്രവാദത്തെ അതിന്റെ മുളയിൽ തന്നെ നുള്ളിക്കളഞ്ഞേ പറ്റൂ. ഇതിനി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം കഴുകക്കണ്ണും കുറുക്കന്റെ ബുദ്ധിയുമായി നിൽക്കുന്ന ഒരുപാട് പേര് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതെങ്ങനെ വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളത് കുറെ അധികം അങ്ങനെ തന്നെ. അപ്പൊ 2019 പുൽവാമ ആക്രമണം, ഞാൻ മറ്റൊരു ശൈലിയിലേക്ക് പോവുകയല്ല, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഇന്റലിജൻസിന് പരാജയം സംഭവിച്ചിട്ടുണ്ടോ? മുട്ടിന് ചെക്ക് പോസ്റ്റുകളും 100 മീറ്റർ ഇടവിട്ട് സൈനികരുടെ വിന്യാസവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്നതാണല്ലോ. അത് അവിടെ പോയാൽ കാണുന്ന ഒരു രംഗമാണ് അതൊക്കെ. ഇത്രയും സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഇവർ കടന്നു വന്നു? ആരുടെ പിന്തുണയുണ്ടായി? ഇതൊക്കെ അന്വേഷിച്ച് പുറത്തു വരണം. അതാണ് ചെയ്യേണ്ട കാര്യം. ഈ നാടിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് സ്പോൺസേഡ് ആണോ, പ്ലാൻഡ് ആണോ, ഏത് രൂപത്തിലാണ് എന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക്. ഇതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഏതായിരുന്നാലും ശരി, നമ്മൾ 2014 മുതൽ
ഇങ്ങോട്ട് കാശ്മീരിൽ മാത്രം നടന്ന ഭീകരാക്രമണങ്ങളും കൊല്ലപ്പെട്ടവരുടെ അവസ്ഥയും നാം പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ ഒക്കെ ഇടയിലൂടെ, വരികൾക്കിടയിലൂടെ വായിക്കാൻ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിൽ വന്നു കഴിഞ്ഞതാണ്. ഇതും എങ്ങനെയോ അള്ളാഹു അലം. 2014 ഡിസംബർ 5 ഉറിയിൽ ആക്രമണമുണ്ടായി. അന്ന് 11 പേരാ കൊല്ലപ്പെട്ടത്. 2016 ജനുവരി 2 പഠാൻകോട്ട് വ്യോമസേന താവളത്തിൽ ആക്രമണമുണ്ടായി. അന്ന് 7 പേര് കൊല്ലപ്പെട്ടു. 2016 സെപ്റ്റംബർ 18 വീണ്ടും ഉറിയിൽ തന്നെ ആക്രമണമുണ്ടായി. 19 പേര് കൊല്ലപ്പെട്ടു. 2017 ജൂലൈ 10 അമർനാഥ് തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട് അവരുടെ നേരെ ആക്രമണമുണ്ടായി. 7 പേർ കൊല്ലപ്പെട്ടു. 2019 ഫെബ്രുവരി 14 പുൽവാമ ആക്രമണം, 41 പേർ കൊല്ലപ്പെട്ടു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2024 ജൂൺ 9 റിയാസി തീർത്ഥാടകർക്ക് നേരെ ആക്രമണമുണ്ടായി. 10 പേർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഈ ഏപ്രിൽ 22 പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയായി. ഇങ്ങനെ ഒരുപാട് കണക്കുകൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോഴും എല്ലാവരുടെയും വിരൽ ഇങ്ങോട്ട് തന്നെ, മുസ്ലിം, ഇസ്ലാം, തീവ്രവാദം, മറ്റേത് മറിച്ചത്, വേറെ ആർക്കും ഇതൊന്നും ഇല്ലാത്തതുപോലെ. എന്നിട്ടും എല്ലാം തുടങ്ങും മുസ്ലിമീങ്ങളുടെ ദേശക്കൂറ് ചോദ്യം ചെയ്യൽ, അവരുടെ ദേശസ്നേഹം ഇല്ലാത്തവരാണെന്ന് പറയല്. പക്ഷെ ഒറ്റ വാചകം മാത്രം. ഒരുപാട് പേര് ഇന്ത്യയുടെ രഹസ്യം ചോർത്തു കൊടുത്തതിന്റെ പേര് വലിയൊരു ലിസ്റ്റ് ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്. വലിയൊരു ലിസ്റ്റ്, ചെറുതൊന്നുമല്ല. ആ ലിസ്റ്റിൽ ഒരൊറ്റ മുസ്ലിം നാമധാരിയെ കാണിച്ചു തരാൻ കഴിയുമോ? കഴിയില്ല. കാരണം ഇവിടെ ജനിച്ചു വളർന്ന മുസ്ലിമിന് ഇവിടുത്തെ നാട്ടിനോടാണ്, അല്ലാതെ വേറൊരു രാജ്യത്തോടല്ല. മറ്റൊരു രാജ്യത്തിന് രഹസ്യം ചോർത്തി കൊടുക്കുക എന്ന് പറയുന്നത് രാജ്യസ്നേഹം ഇല്ലാത്തവരുടെ സ്വഭാവമാണ്. അതിലെന്തേ മുസ്ലിമീങ്ങൾ പെടാത്തത് എന്നെങ്കിലും ഒന്നിരുന്ന് ചിന്തിക്കാൻ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരെ വാളോങ്ങുന്ന ഇത്തരം ആൾക്കാരൊന്ന് ഇരുന്ന് ചിന്തിക്കാൻ ശ്രമിച്ചെങ്കിൽ എത്രയോ തെറ്റിദ്ധാരണ അകലുമായിരുന്നു എന്നുള്ളത് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഈ സംഭവം പ്രതിഷേധവും അങ്ങേറ്റം അപലപനീയവുമാണ്. ഒരു നിലക്കും അതിനോട് നമ്മളാരും യോജിക്കുന്നില്ല, യോജിക്കുകയുമില്ല. പക്ഷേ കുറ്റവാളികൾ ആരാണ്, യഥാർത്ഥ കുറ്റവാളികൾ എന്നുള്ളത് പുറത്തു വരണം. അതും വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം നടത്തരുത് എന്നുള്ളതാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഏതായിരുന്നാലും ആദ്യം ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, മനുഷ്യന്റെ ജീവന് നൽകുന്ന സ്ഥാനം, അതായിരിക്കണം ഏറ്റവും വലുത്. അതിനപ്പുറം നമുക്കൊന്നും ഉണ്ടാകാതിരിക്കാൻ നാം ശ്രമിക്കുക. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഒന്നാമത്തെ ഖുത്ബ ഞാൻ അവസാനിപ്പിച്ചത് ദേശസ്നേഹം പറഞ്ഞുകൊണ്ടാണ്. നമ്മളുടെ ദേശസ്നേഹം ആരും ചോദ്യം ചെയ്യേണ്ട, ചോദ്യം ചെയ്യാൻ സമ്മതിക്കുകയില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ അലിഞ്ഞു ചേർന്നതാണ് ദേശസ്നേഹം. നമ്മൾ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്. അത് തന്നെയാണ് നമ്മുടെ മഹത്വം. ആ പ്രവാചകന്റെ മാതൃകയാണ് നമുക്കുള്ളത്, മറ്റാരുടെയും മാതൃകയല്ല. തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും ഇസ്ലാമിന്റെ പേര് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാനും ഈ നാടിൽ, ഈ രാജ്യത്ത് അരാജകത്വവും അസ്ഥിരതയും ഉണ്ടാക്കാനും ശ്രമിക്കുന്ന അത്തരം ആളുകളല്ല നമുക്ക് മാതൃക. അവരെ പിന്തുണയ്ക്കാൻ നമ്മളൊട്ടില്ലതാനും ഒരിക്കലും ഇല്ല. റസൂലിന്റെ മാതൃക നോക്കുങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആദർശം കൃത്യമായി പ്രബോധനം ചെയ്യാനുള്ള ഒരുപാട് ശ്രമങ്ങൾ മക്കയിൽ നടത്തി നോക്കി. ആ സ്വാതന്ത്ര്യം ലഭിച്ചില്ല. അവസാനം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നാട് വിട്ടു പോകുന്നു, ഹിജ്റ പോകുന്നു. ഹിജ്റ പോകുമ്പോൾ മദീനയിലേക്ക്, യസ്രിബിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ മക്കയുടെ ബോർഡറിൽ പ്രവാചകൻ നിന്ന് മക്കയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. താൻ കളിച്ചു വളർന്ന നാട്,
ജനിച്ചു വളർന്ന നാട്, പിച്ചവെച്ച നാട്, അങ്ങനെ ഒരുപാട് നമ്മളുടെയൊക്കെ നാടിനോട് നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള സ്നേഹം അതല്ലാതെ മറ്റെന്തെന്നാ? ഒന്നുമില്ല, അതേ ഉള്ളൂ. അതുകൊണ്ട് ജനിച്ച നാടിനോട് കൂറില്ലാത്തവരാണ് എന്ന് പറയുന്നവർ കൂറുണ്ടോ എന്ന് തെളിയിക്കേണ്ടവരാണെന്ന് മാത്രമേ ഒറ്റ വാചകം എനിക്ക് പറയാനുള്ളൂ. ഏതോ ആകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, മാ അത്യബകി മിൻ ബലദ്, നീ എത്ര നല്ല രാജ്യമാണ്, വഹബ്ബികി ഇലയ്യ, എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട നാടാണ് നീ, വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി, ഈ ജനങ്ങൾ എന്നെ നിന്നിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ മാ സക്കൻതു ഗൈറക്, നീ അല്ലാത്ത ഒരു നാട്ടിൽ ഞാൻ താമസിക്കുന്ന പ്രശ്നമില്ല. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയോടുള്ള സ്നേഹത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് മദീനയിലേക്ക് പോകുമ്പോൾ മക്കയുടെ അതിർത്തിയിൽ ചെന്ന് നിന്ന് മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞത്. അതാണ് രാജ്യസ്നേഹം, അതാണ് ജന്മനാടിനോടുള്ള സ്നേഹം. അങ്ങനെ അവിടെ എത്തി. ഒരുപാട് സഹാബാക്കൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരുപാട് സഹാബാക്കൾ, അവരുടെ ഗൃഹാതുരത്വം അവരെ വേദനിപ്പിച്ചു, പൊട്ടിക്കരഞ്ഞു അവർ മക്കയെ ഓർക്കുമ്പോൾ. ചരിത്രം രേഖപ്പെടുത്തുന്നതാണ്. അത്രമാത്രം സ്നേഹം അവർക്കും നാട് വിട്ടു പോയിട്ടും അവസാനം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയോടുള്ള ഇഷ്ടത്തെ അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബിനാ മക്ക ഔ അശദ്. അല്ലാഹുവേ, ഹബ്ബിബ് ഇലൈനൽ മദീന, ഈ മദീനയെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാക്കണമേ. കഹുബ്ബിനാ മക്ക ഔ അശദ്, മക്കയോടുള്ള ഇഷ്ടം പോലെ, മക്കയോടുള്ള സ്നേഹം പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഈ മദീനയെ ഞങ്ങൾക്ക് നീ ഏറ്റവും ഇഷ്ടപ്പെട്ടതാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ അനുചരന്മാർക്ക് ആശ്വാസം നൽകിയത് ചരിത്രത്തിൽ വായിക്കാം. അപ്പൊ മക്കയിൽ ജനിച്ചു വളർന്നു, അവിടെ നിന്ന് പോയപ്പോഴുള്ള വിഷമം, അത് കഴിഞ്ഞ് മദീനയിൽ സ്ഥിരതാമസമാക്കി കഴിഞ്ഞപ്പോൾ അത് തന്റെ രണ്ടാമത്തെ രാജ്യമായി മാറിയപ്പോൾ അതിനോടുള്ള സ്നേഹം, ഇതാണ് മുസൽമാന്റെ സ്നേഹം, പ്രവാചകൻ പഠിപ്പിച്ച സ്നേഹം. ഇതിനെ ദയവ് ചെയ്ത് ചോദ്യം ചെയ്യാൻ വരരുത് ഒരിക്കലും. ഇപ്പൊ കാശ്മീർ എടുത്തു നോക്ക്. കാശ്മീരിൽ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് കാശ്മീരികളാണോ? അല്ല. അവിടുത്തെ കാശ്മീരിലെ ആൾക്കാർ ജാതിയും മതവും മറന്നുകൊണ്ട് ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ പ്രകടനം നടത്തിയത് ഒരുമിച്ചാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര്, മറ്റു മതസ്ഥരായ ആൾക്കാരുണ്ടെങ്കിൽ അവര് കൂടുതൽ മുസ്ലിമീങ്ങളുടെ ഒരു പ്രദേശമായി പോയി എന്നുള്ള നിലയിൽ അതിനോട് കാണിക്കുന്ന ഒരു തരം രണ്ടാം നയം, അത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് ചെയ്യേണ്ടത് ആദ്യം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള തീവ്രമായ ശ്രമം, അവരെ വിശ്വാസ്യതയിലെടുക്കണം. എന്തിനേറെ ഈ അടുത്ത് നടന്ന ചർച്ചയിൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ പോലും വിശ്വാസ്യതയിലെടുക്കാത്ത നീക്കമുണ്ടായി എങ്കിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ അതിനെക്കുറിച്ച്. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളുവാനും, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമ്മളുടെ ആദർശത്തിന്റെ, ആ സന്ദേശത്തിന്റെ മാഹാത്മ്യം എത്ര വലുതാണ് എന്ന് അയവിറക്കാനും ഓർക്കാനും അത് പറയാനും കഴിയുന്ന ഒരു സന്ദർഭവും, ഒപ്പം നമ്മിൽ നിന്ന് വാക്കാലോ പ്രവൃത്തിയാലോ ഒരു കാരണവശാലും ഇത്തരം നീക്കങ്ങൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന, കത്തിച്ചു കൊടുക്കുന്ന ഒരു നീക്കവും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയും, അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല അവസ്ഥ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ജനങ്ങൾക്കുണ്ടായി തീരാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ അഹ്വാലനാ ഇലാ അഹ്സനിൽ ഹാൽ. ഹാലുകളെ, അവസ്ഥകളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, ഞങ്ങളുടെ അവസ്ഥയെ നീ ഏറ്റവും നല്ലതിലേക്ക് മാറ്റണമേ എന്ന് അർത്ഥം വരുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകൾ, ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവുക. ഒരാൾക്കും സംശയം വേണ്ട, ജനിച്ചത് ഈ മണ്ണിലെങ്കിൽ 6 അടി മണ്ണ് ഈ മണ്ണിൽ തന്നെ ആയിരിക്കും, വേറൊന്നിനോട് ഒരു കൂറുണ്ടാവൂല. ഉറപ്പാണ് ഇക്കാര്യം. അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഈ സമൂഹം. ആരും അത് മനസ്സിലാക്കുക. ആരും ഇവിടെ നിന്ന് പുറത്താക്കാമെന്നോ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കാമെന്നോ ഏതെങ്കിലും രൂപത്തിൽ അസ്ഥിരത ഉണ്ടാക്കാമെന്നോ
വർഗീയത ഉണ്ടാക്കി തീർക്കാമെന്നോ വിചാരിക്കുന്നുവെങ്കിൽ അതങ്ങ് മാറ്റിവെക്കലായിരിക്കും നല്ലത്. ഈ നാട് അതിനുള്ളതല്ല എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ഇതുപോലുള്ള ദുരന്തങ്ങളും പ്രയാസങ്ങളും ഇനിയും ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല അവസ്ഥ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. വലിയ സർജറിയൊക്കെ കഴിഞ്ഞ് പ്രയാസം അനുഭവിച്ച് വീടുകളിൽ കഴിച്ചു കൂട്ടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം എത്രയും വേഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ പേരക്കിടാങ്ങളെയും എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.